സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു LDC ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 3/2020. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഏത് നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കബനിയാണ്. കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏത് എന്ന് ചോദിച്ചാൽ കുറുവ ദ്വീപാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കുറുവ ദ്വീപ്. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി? തിരുവിതാംകൂറില് അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ഗൗരി ലക്ഷ്മി ബായി ആണ്. ഗൗരി ലക്ഷ്മി ബായി ആണ് തിരുവിതാംകൂറിലെ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി. വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ്? വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണ്? ദ്വിതീയ മേഖലയിലാണ് വ്യവസായം ഉൾപ്പെടുന്നത്. ദ്വിതീയ മേഖല. ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? ഉദ്യോഗസ്ഥ വൃന്ദമാണ്. ഉദ്യോഗസ്ഥ വൃന്ദത്തിലൂടെയാണ് ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത്. അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏത്? അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏത്? പാരീസ് ഉടമ്പടിയാണ്. പാരീസ് ഉടമ്പടി. അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആര്? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് ആരാണ്? ലോകസഭാ സ്പീക്കറാണ്. ലോകസഭാ സ്പീക്കർ. ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ്. ലാഹോറിലാണ് ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത്. ലാഹോർ. പശ്ചിമ തീര സമതലത്തിന്റെ മധ്യഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? പശ്ചിമ തീര സമതലത്തിന്റെ മധ്യഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? കൊങ്കൺ തീരം. പശ്ചിമ തീര സമതലത്തിന്റെ മധ്യഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? കൊങ്കൺ തീരം. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നീതി ആയോഗ് നിലവിൽ വന്നത് എന്ന്? നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1-നാണ്. 2015 ജനുവരി 1-നാണ് ഇന്ത്യയിലെ നീതി ആയോഗ് നിലവിൽ വന്നത്. നയൻകാര, അയ്യഗാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം? വിജയനഗര സാമ്രാജ്യമാണ്. ഏതൊക്കെയാണ്? നയൻകാര, അയ്യഗാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യമാണ് വിജയനഗര സാമ്രാജ്യം. അടുത്ത ചോദ്യം, ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗമാണ്. ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗമാണ് ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. താഴെ പറയുന്നവയിൽ 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം? 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനമാണ് ഹരിത വിപ്ലവം. ഹരിത വിപ്ലവം 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനം ഹരിത വിപ്ലവമാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നത് അറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഡോക്ടർ MS സ്വാമിനാഥാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇടുക്കി ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി എത്രയാണ്? ഇടുക്കി ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി 2403 അടിയാണ്. 2403 അടിയാണ് ഇടുക്കി ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനം? ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ലോക്പാൽ ആണ്. ലോക്പാൽ. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള അകക്കാമ്പ് ഏതവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഭൂമിയുടെ ഉൾഭാഗത്തുള്ള
അകക്കാമ്പ്. അകക്കാമ്പ് സ്ഥിതി ചെയ്യുന്നത് ഏതവസ്ഥയിലാണ്? ഖരാവസ്ഥയിലാണ്. അകക്കാമ്പ് സ്ഥിതി ചെയ്യുന്നത് ഖരാവസ്ഥയിലാണ്. പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം. പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്നത് 2012 2012 പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്നത്. 2012. ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം ആസാമാണ്. ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനം ആസാം. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി ഏതാണ്? ജാതിക്കുമ്മിയാണ്. ജാതിക്കുമ്മി. ജാതിക്കുമ്മി ആരുടെ കൃതിയാണ്? പണ്ഡിറ്റ് KP കറുപ്പന്റെ കൃതിയാണ് ജാതിക്കുമ്മി എന്നത്. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശമുള്ള ആദ്യ മലയാള കൃതി ഏതാണ്? ജാതിക്കുമ്മിയാണ്. ജാതിക്കുമ്മി രചിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ. 1921 നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പേര്? ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പേശീകോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് സാർക്കോമിയർ. പേശീകോശത്തിന്റെ അടിസ്ഥാന സങ്കോച യൂണിറ്റുകളാണ് സാർക്കോമിയർ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ തൈമോസിനാണ്. തൈമോസിനാണ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ. ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു. ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു യൂറിക് ആസിഡ് ആണ്. ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു യൂറിക് ആസിഡ്. ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ കാൾ ലിനേയസ് ആണ്. കാൾ ലിനേയസ് ആണ് ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ. ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ. മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങളാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ. മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്ത്? മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബം യഥാർത്ഥവും തല തിരിഞ്ഞതുമായിരിക്കും. യഥാർത്ഥവും തല തിരിഞ്ഞതുമാണ്. മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് യഥാർത്ഥവും തല തിരിഞ്ഞതുമായിരിക്കും. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഫെർമി. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഫെർമി. ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വം ഏത്? ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വം പാസ്കൽ നിയമമാണ്. ഹൈഡ്രോളിക് പ്രസിന്റെ പ്രവർത്തന തത്വം പാസ്കൽ നിയമം. സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഏത്? സൂര്യനും നക്ഷത്രങ്ങൾക്കും വികിരണോർജം കിട്ടുന്നതിന് കാരണമായ പ്രവർത്തനം ഫ്യൂഷൻ പ്രവർത്തനമാണ്. ഫ്യൂഷൻ പ്രവർത്തനം. ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്ത വാതകം ഏത്? തന്നിരിക്കുന്നത് മീഥൈൻ, നൈട്രസ് ഓക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ. ഇതിൽ ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്ത വാതകം ഹൈഡ്രജൻ ആണ്. മീഥൈൻ ഹരിതഗൃഹവാതകമാണ്. നൈട്രസ് ഓക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡും ഹരിതഗൃഹവാതകമാണ്. ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏത്? ആൽഫ ന്യൂമറിക് ഡാറ്റ എൻട്രിക്ക് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് കീബോർഡ്. താഴെ പറയുന്നവയിൽ താൽക്കാലികമായിട്ട് ഡാറ്റ സേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി. താൽക്കാലികമായിട്ട് ഡാറ്റ സേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറിയാണ് റാൻഡം ആക്സസ് മെമ്മറി, റാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ താഴെ പറയുന്നതിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്പറേറ്റിംഗ് സിസ്റ്റം സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ് ഇന്റർനെറ്റ്. താഴെ പറയുന്നവയിൽ URL പൂർണ്ണരൂപം എഴുതുക. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്?
ഒരു ബിൽ മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ്. ലോകസഭാ സ്പീക്കർ. ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ ചുവടെ ചേർത്തിട്ടുള്ള ആരെല്ലാം ഉൾപ്പെടുന്നു? ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ ചുവടെ ചേർത്തിട്ടുള്ള ആരെല്ലാം ഉൾപ്പെടുന്നു? ലോകസഭയിലെയും രാജ്യസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. ലോകസഭയിലെയും രാജ്യസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. സെൻസസ് ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റിൽ. 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 7ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചത്. 7ാം ഭേദഗതി. സൈക്കോ എന്ന തൂലിക നാമം ഏത് എഴുത്തുകാരൻ്റെതാണ്? സൈക്കോ ഇ മുഹമ്മദ് ആണ്. ഇ മുഹമ്മദ്. 2019 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ കായിക താരം PV സിന്ധു ആണ്. 2019 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ കായിക താരം PV സിന്ധു. ഇൻകുലാബിന്റെ മക്കൾ എന്ന നാടകം രചിച്ചത് ആര്? ഇൻകുലാബിന്റെ മക്കൾ എന്ന നാടകം രചിച്ചത് ആരാണ്? PJ ആന്റണി ആണ്. ഇൻകുലാബിന്റെ മക്കൾ എന്ന നാടകം രചിച്ചത് PJ ആന്റണി. 2019 ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ രാജ്യം ന്യൂസിലാൻഡ് ആണ്. ന്യൂസിലാൻഡ്. ചുവടെ ചേർത്തിട്ടുള്ള ഏത് രാജ്യത്തിന്റെ ദേശീയ കായിക വിനോദമാണ് കബഡി? ചുവടെ തന്നിരിക്കുന്നത് അമേരിക്ക, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ക്യൂബ. ഇതിൽ ബംഗ്ലാദേശിന്റെ ദേശീയ കായിക വിനോദമാണ് കബഡി. 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി. 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്ക. കേരളത്തിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കവളപ്പാറ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? കവളപ്പാറ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം. എത്രാമത് ലോകസഭാ തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ 2019 നടന്നത്? 2019 നടന്നത് 17ാമത് ലോകസഭാ തെരഞ്ഞെടുപ്പാണ്. 17ാമത് ലോകസഭാ തെരഞ്ഞെടുപ്പ്. ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 ലാൻഡറിന് നൽകിയ പേര്? ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ 2 ലാൻഡറിന്റെ പേരാണ് വിക്രം. വിക്രം. 14ാം കേരള നിയമസഭയിലെ വനം വകുപ്പ് മന്ത്രി കെ രാജു. ഇപ്പോഴത്തെ വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രനാണ്. ഇപ്പോഴത്തെ വനം വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ AK ശശീന്ദ്രൻ. He played a tune dash the violin. He played a tune on the violin. We enjoyed dash fun. We enjoyed the fun. They dash for you. They are waiting for you. The synonym of eccentric is eccentric, peculiar. They lead a happy life. The word happy is an adjective. Adjective. The antonym of extravagant is frugal. Our Jawans would not dash to the enemies. Our Jawans would not give in to the enemies. Rice is the staple food of Kerala is an assertive sentence. Assertive sentence. The gender of the word peacock is masculine. Which word is correct? Vacation. VACATION. The question tag for he said nothing. Did he? If you learn well, you dash the exam. If you learn well, you can pass the exam. Sunstroke is a word formed using compound. Sunstroke, compound. Choose the correct idiom to substitute the underlined word. He did the work irregularly.
ഇറഗുലർലി ആണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ബൈ ഫീറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ്. ഓപ്ഷൻ ബി by fits and starts. The passive form of the child broke the toys is. The child broke the toys is. The toys were broken by the child. I dash just come. I have just come. One word substitute for the original inhabitants of a place is. Option B, aborigines. One word substitute for the original inhabitants of a place is aborigines. The candidates dash be in possession of their hall tickets. Must. The candidates must be in possession of their hall tickets. Balu to Akshara, where are you going? The reported form of this sentence is Balu asked Akshara where she was going. His only bad habits is smoking. The underlined word is a. Underline ചെയ്തിരിക്കുന്നത് സ്മോക്കിംഗ് ആണ്. സ്മോക്കിംഗ് is gerund. ഓപ്ഷൻ എ ആണ് ഉത്തരം, gerund. അടുത്തത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 71 ഒരു സംഖ്യയുടെ വർഗത്തോടുകൂടി 51 ചേർത്താൽ 676 കിട്ടും. സംഖ്യ ഏത്? 25 ആണ്. 20 താഴെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്ര? 100. 73ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 6 × 1/3. 74 എക്സിന്റെ വാല്യൂ വരുന്നത് ഓപ്ഷൻ ഡി 1/16. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 3:4. അവയുടെ വ്യത്യാസം 24 എങ്കിൽ ചെറിയ സംഖ്യ എത്ര? ഓപ്ഷൻ എ 72. താഴെ തന്നിരിക്കുന്നതിൽ രാമാനുജൻ നമ്പർ അല്ലാത്തത്? ഓപ്ഷൻ ഡി 1728. 77ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് 51. 78 ഓപ്ഷൻ സി 2. 79ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 12 സെന്റിമീറ്റർ. 80ാമത്തേന് ഓപ്ഷൻ ഡി 120 ഡിഗ്രി. 81ാമത്തെ ചോദ്യം, അനു ഒരു വരിയിൽ മുൻപിൽ നിന്ന് 25ാമതും പുറകിൽ നിന്ന് 25ാമതുമായി നിൽക്കുന്നെങ്കിൽ ആ വരിയിൽ എത്ര പേർ ഉണ്ട്? ഓപ്ഷൻ ഡി ആണ് 49. 2021 ഓഗസ്റ്റ് 15 ഞായറായാൽ ആ വർഷം ക്രിസ്മസ് ഏത് ദിവസമാകും? ഓപ്ഷൻ എ ശനി. അമ്മുവിന്റെ വയസ്സ് 10ന്റെ ഗുണിതമാണ്. കഴിഞ്ഞ വർഷം അവളുടെ വയസ്സ് 13ന്റെ ഗുണിതമായിരുന്നു. അമ്മുവിന്റെ വയസ്സ് എത്ര? ഓപ്ഷൻ സി 40. എക്സിന്റെ y percentage of 30. എക്സിന്റെ y percentage 30 ആയാൽ വൈയുടെ x percentage എത്ര? ഓപ്ഷൻ ബി 30. 20 ആളുകൾ 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി 8 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഓപ്ഷൻ സി 15. 7 സംഖ്യകൾ സമാന്തര ശ്രേണിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. മധ്യപദം 15 ആയാൽ പദങ്ങളുടെ തുക എത്ര? ഓപ്ഷൻ എ 105. 87ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് 81. 88 ഓപ്ഷൻ ഡി ആണ് ഉത്തരം 13. 89ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 5800. 90 ഓപ്ഷൻ സി ആണ് ഉത്തരം 10 കിലോമീറ്റർ. മലയാളം ചോദ്യങ്ങളാണ് അടുത്തത് വരുന്നത്. തന്മാത്ര തദ്ധിതത്തിന് ഉദാഹരണം. തന്മാത്ര തദ്ധിതം. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഓപ്ഷൻ ഡി ആണ് ഉത്തരം വെണ്മ. കൈകാലുകൾ സമാസം ഏത്? കൈകാലുകൾ സമാസം ദ്വന്ദ്വ സമാസമാണ്. ദ്വന്ദ്വ സമാസം. ഘടകപദങ്ങൾക്കെല്ലാം തുല്യ പ്രാധാന്യമുള്ള സമാസമാണ് ദ്വന്ദ്വ സമാസം. കൈകാലുകൾ ഘടകപദങ്ങൾക്കെല്ലാം തുല്യ പ്രാധാന്യമുള്ള സമാസമാണ് ദ്വന്ദ്വ സമാസം. ശരിയായ രൂപമേത്? 93. അഭ്യസ്ത വിദ്യൻ. ഓപ്ഷൻ എ. കൃഷിയെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന വാക്ക് ആർഷം. അർത്ഥം എഴുതുക. ഇനൻ.
സൂര്യൻ. ആത്മകഥയ്ക്കൊരാമുഖം ആരുടെ കൃതിയാണ്? ലളിതാംബിക അന്തർജനം. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ? കേരള വർമ്മ വലിയകോയി തമ്പുരാൻ. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്? ശൂരനാട്ട് കുഞ്ഞൻപിള്ള. നായക കഥാപാത്രമായ ഒരു കഥ? വെള്ളപ്പൊക്കത്തിൽ. അവസാനത്തെ ചോദ്യം, ബഷീറിനെ കൂടാതെ പൂവൻ പഴം എന്ന പേരിൽ കഥ എഴുതിയ കഥാകൃത്ത്? കാരൂർ നീലകണ്ഠപിള്ള.